വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് ദിവ്യ. നമ്മളിവിടെ ബുക്ക് റിവ്യൂസ് ആണ് കേട്ടോ ചെയ്യുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സ്ഥിരമായിട്ട് ബുക്ക് വായിക്കാനും അതിൻ്റെ റിവ്യൂ കേൾക്കാനും പുതിയ പുസ്തകങ്ങളൊക്കെ പരിചയപ്പെടാനും ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യുന്നത് പർട്ടിക്കുലർലി ഒരു ബുക്കല്ല, 3 പുസ്തകങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഈ 3 പുസ്തകങ്ങളും കൂടി ഒരു റിവ്യൂവിൽ ഉൾപ്പെടുത്താൻ തിരഞ്ഞെടുത്ത കാരണം തന്നെ നിങ്ങളുടെ റീഡിങ്ങിനെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാം എന്നുള്ള കാറ്റഗറി ആലോചിച്ചപ്പോൾ അതിൽ വരുത്താൻ സാധിക്കുന്ന ഏകദേശം ഒരേപോലെയുള്ള റീഡിംഗ് അനുഭവം തരുന്ന 3 പുസ്തകങ്ങളാണിത്. ഒന്നാമത്തെ പുസ്തകം എം മുകുന്ദൻ്റെ പാരീസ് ആണ്. രണ്ടാമത്തേത് പത്മരാജൻ്റെ കഴിഞ്ഞ വസന്തകാലത്തിലാണ്. മൂന്നാമത്തെ പുസ്തകം കെ.ആർ. മീരയുടെ കരിനീല മാലാഖയുടെ മറുകുകൾ എന്ന് പറയുന്ന 2 നോവലേറ്റുകളുള്ള ഒറ്റ പുസ്തകമാണ്. ഇത് 3ഉം തിക്നെസ് വൈസ് അല്ലെങ്കിൽ പേജസ് വൈസ് ചെറിയ 3 പുസ്തകങ്ങളാണ്. ഞാൻ ഈ പുസ്തകം നിങ്ങളെ പരിചയപ്പെടുത്താൻ ഉദ്ദേശിച്ചതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ വായനയിൽ തുടക്കമാണ് അല്ലെങ്കിൽ ഈസി റീഡായിട്ടുള്ള ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള പുസ്തകങ്ങൾ മാത്രം വായിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്കങ്ങനെ എല്ലാ സമയത്തും ഇത്തരത്തിലുള്ള പുസ്തകങ്ങൾ മാത്രം വായിച്ചുകൊണ്ടിരുന്നാൽ പോരല്ലോ. നമ്മുടെ വായനയിൽ എല്ലാ ഏരിയയും എല്ലാ ജേണറും നമ്മൾ കവർ ചെയ്യണം. അങ്ങനെയൊക്കെ നമുക്ക് വായനയിൽ എക്സ്പ്ലോർ ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ ഇരിക്കെ നമ്മൾ ഈ ബേസിക് ആയിട്ടുള്ള ഈസി റീഡ് പുസ്തകങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുന്നതിൽ നിന്ന് നിങ്ങൾക്ക് അടുത്തൊരു ലെവലിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുന്ന വലിയ എഴുത്തുകാരുടെ വലിയതല്ലാത്ത ചെറിയ പുസ്തകങ്ങളാണ് ഇത് 3ഉം. ഫോർ എക്സാമ്പിൾ കെ.ആർ. മീരയുടെ ഘാതകൻ എന്ന് പറഞ്ഞൊരു പുസ്തകമാണിത്. ഇതിൻ്റെ ഒരു കനങ്ങുണ്ടോ? അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു തുടക്കക്കാരന് ഇത് പോയി എടുക്കാൻ ഒരു മടി ഉണ്ടാവും. ഇതെങ്ങനെ എടുക്കും, ഇത്ര പേജസ് എങ്ങനെ വായിച്ചു തീർക്കും. പക്ഷേ കെ.ആർ. മീരയെ വായിക്കണമെന്നും ഉണ്ടാവും. അപ്പോൾ കെ.ആർ. മീരയുടെ ചെറിയ പുസ്തകമായിട്ടുള്ള ഈ ഒരു 2 നോവലേറ്റിൻ്റെ പുസ്തകം ചൂസ് ചെയ്ത് ഇതാദ്യം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് ആ എഴുത്തുകാരൻ്റെ വലിയ പുസ്തകം വായിക്കാൻ അതും കൂടി ഒരു പ്രചോദനമാവും. മാലാഖയുടെ മറുകുകളും കരിനീലയും വായിച്ചാൽ പെട്ടെന്ന് മനസ്സിലാവുന്ന 2 നോവലുകളാണ്. കുഞ്ഞു നോവലുകളാണ്, നോവലേറ്റുകൾ എന്ന് പറയും. അതിന് നമുക്ക് മനസ്സിലാക്കാത്ത രീതിയിലുള്ള ഭാഷയോ വലിയ സാഹിത്യമോ ഒന്നും അതിനകത്തില്ല. തുടക്കക്കാരന് തന്നെ വായിച്ചാൽ മനസ്സിലാവുന്ന സിമ്പിളായിട്ടുള്ള സ്ത്രീപക്ഷ എഴുത്തെന്ന് വേണമെങ്കിൽ പറയാവുന്ന കഥകളാണ്. 2 ചെറിയ കഥകളാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു മണിക്കൂറിനകത്തൊക്കെ വായിച്ച് തീർക്കാം. പിന്നെ ഈ 3 പുസ്തകങ്ങളുടെയും പ്രത്യേകത, ഇത് പഴയ പുസ്തകങ്ങളാണ്, എവിടെ വേണമെങ്കിലും അവൈലബിൾ ആണ്, ഓൺലൈനിൽ വാങ്ങിക്കാൻ കിട്ടും. മിക്കവാറും ലൈബ്രറീസിലൊക്കെ ഇത് കാണാൻ സാധ്യതയുണ്ട്. എം മുകുന്ദൻ്റെ പാരീസിനെ കുറിച്ച് പറയുകയാണെങ്കിലും അതും 2 നോവലേറ്റുകളുടെ ഒരു പുസ്തകമാണ്. ഞാനീ പറഞ്ഞ 3 പുസ്തകങ്ങളിലും ആദ്യം ഒരുപക്ഷെ നിങ്ങൾക്ക് വായിച്ചു തീരാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള പുസ്തകം പാരീസ് ആയിരിക്കും. പാരീസിൻ്റെ പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ പാരീസ് എങ്ങനെയെങ്കിലും കഥയിൽ വരുന്നത് പോലെയിട്ടുള്ള 2 കഥകൾ, 2ഉം പെൺകുട്ടികളെ കുറിച്ചുള്ള കഥകളാണെന്ന് വേണമെങ്കിൽ പറയാം. ആദ്യത്തെ കഥയിൽ ഒരു നാട്ടിൻപുറത്തുകാരിയായ ഒരു പെൺകുട്ടി പാരീസിലേക്ക് വിവാഹം കഴിച്ചു പോകുന്നതാണ്. രണ്ടാമത്തെ കഥയിൽ വിദേശിയായിട്ടുള്ള ഒരു പെൺകുട്ടി നമ്മുടെ നാട്ടിൽ വന്ന് ജീവിക്കുന്നതാണ്. 2ഉം നല്ല കഥകളാണ് കേട്ടോ. സിമ്പിളാണ്, ഈസി ആയിട്ട് മനസ്സിലാവും. അങ്ങനെ മനസ്സിലാക്കാൻ പറ്റാത്ത സാഹിത്യമൊന്നും അതിനകത്തില്ല. അതാണ് ഇതിലൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മളെപ്പോഴും വലിയ എഴുത്തുകാരുടെ പുസ്തകങ്ങളെന്ന് പറയുമ്പോൾ ആളുകളൊന്ന് മടിക്കുന്നത് ചിലപ്പോൾ വായിച്ചാൽ മനസ്സിലായില്ലെങ്കിലോ എന്നൊക്കെ ഒന്ന് പേടിച്ചിട്ടായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു പേജ് നമ്പർ വൈസും നമുക്കിത് പെട്ടെന്ന് പിക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ദിവസങ്ങളോളം ഒന്നും എടുക്കില്ല, ഒറ്റ ദിവസം കൊണ്ട് നിങ്ങൾക്ക് വായിച്ചു തീർക്കാൻ പറ്റും. ഒരു അരമണിക്കൂർ 1 മണിക്കൂറിലൊക്കെ വായിച്ചു തീർക്കാൻ പറ്റും. ഈവൻ നിങ്ങളൊരു തുടക്കക്കാരനാണെങ്കിലും അങ്ങനെ വായിച്ചു തീർക്കാൻ പറ്റും. ഇനി 3ാമത്തെ പുസ്തകം പത്മരാജൻ്റെ പുസ്തകമാണ്. ഈ 3 പുസ്തകങ്ങളിലും വായിച്ചാൽ കുറച്ച് മനസ്സിലാവാൻ സാധ്യത കുറവുള്ളൊരു പുസ്തകം വേണമെങ്കിൽ പറയാം. അത് ഞാൻ അങ്ങനെ പറഞ്ഞ് പുസ്തകത്തിന് ഏതെങ്കിലും രീതിയിൽ ഭയങ്കര കട്ടി സാഹിത്യം എന്ന് പറഞ്ഞതല്ല. നിങ്ങളൊരു തുടക്കക്കാരനാണെങ്കിൽ കുറച്ച് സമയം ഒരുപക്ഷെ ചിലവഴിക്കേണ്ടി വരും. ഒരുപാട് കഥകളുണ്ട്. ഈ 2 പുസ്തകങ്ങൾക്കും 2 നോവലേറ്റുകളാണെങ്കിൽ ഇതിനുള്ളിൽ 4-5 കഥകൾ വെച്ചിട്ടുണ്ട്. അതും 2-3 പേജൊക്കെയാണ് ഒരു കഥ. വളരെ ഡെപ്തിലാണ് എഴുതിയിരിക്കുന്നത്. പത്മരാജൻ്റെ എഴുത്ത് നിങ്ങളൊരു വായനക്കാരനാണെങ്കിൽ ഉറപ്പായിട്ടും വായിച്ചിരിക്കേണ്ടതാണ്. നമുക്ക് ലൈബ്രറീസിലൊക്കെ പോയി കഴിഞ്ഞാൽ പത്മരാജൻ്റെ വലിയ ബുക്കുകൾ കാണാം, പത്മരാജൻ്റെ തിരഞ്ഞെടുത്ത കഥകൾ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതങ്ങനെ ഒരു വലിയ പുസ്തകമാണെന്ന് കണ്ടിട്ട് എടുക്കാൻ ഒരു മടി തോന്നുന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒരു നല്ല ഓപ്ഷനാണ്. കഴിഞ്ഞ വസന്തകാലത്തിൽ നിന്നാണ് ഈ പുസ്തകത്തിൻ്റെ പേര്. ഇതെനിക്ക് ക്രിസ്മസിന് ട്രിവാൻഡ്രം റീഡ്സിൽ നിന്ന് ഗിഫ്റ്റ് കിട്ടിയതാണ്. ഞാൻ കുറേ നാളായി പത്മരാജനെയൊക്കെ വായിച്ചിട്ട്. അപ്പോഴാണ് ഞാൻ ഓർത്തത്, നിങ്ങൾ വായന അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ കുറച്ചും കൂടി ഇലാബറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ റീഡിംഗ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തേണ്ട ഒരു എഴുത്തുകാരൻ കൂടിയാണ് പത്മരാജൻ. എല്ലാ കഥകളും നിങ്ങൾക്ക് ഒരുപോലെ മനസ്സിലാവണമെന്നോ ഇഷ്ടമാണെന്നോ നിർബന്ധമില്ല. പക്ഷെ എന്നാലും ഒന്നിലധികം ഒരു 4-5 കഥകളുള്ളതുകൊണ്ട് പെട്ടെന്ന് വായിക്കാനും ഇഷ്ടപ്പെടാനും മനസ്സിലാക്കാനും സാധ്യതയുള്ളൊരു പോസിബിലിറ്റി ഈ പുസ്തകത്തിനുണ്ട്. അപ്പോൾ നിങ്ങൾ അടുത്ത ലൈബ്രറീസ് വല്ലതും ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കുക. നല്ല പുസ്തകങ്ങളാണ് ഇത് 3ഉം. നിങ്ങൾ സക്കറിയായുടെ ഗർഭിണികൾ എന്നുള്ള സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ ഒരു പർട്ടിക്കുലർ ത്രെഡ് അഡാപ്റ്റ് ചെയ്തിരിക്കുന്നതോ അല്ലെങ്കിൽ അതിൻ്റെ ക്ലൈമാക്സിൽ ഈ മൂവന്തി എന്ന് പറഞ്ഞ കഥയെക്കുറിച്ച് ചെറുതായിട്ടൊന്ന് കാണിക്കുന്നുണ്ട് പത്മരാജൻ്റെ. അപ്പോൾ ആ കഥയൊക്കെ ഈ പുസ്തകത്തിലുണ്ട്. ഈ കഴിഞ്ഞ വസന്തകാലത്തിൽ എന്ന് പറയുന്ന പുസ്തകത്തിലുണ്ട്. അത് പേജിൽ തീർത്തിരിക്കുന്ന കഥയാണ് കേട്ടോ ഈ മൂവന്തി എന്നൊക്കെ പറയുന്ന കഥ. 2 പേപ്പറാണ്, 4 പേജ്. അപ്പോൾ അത്രയേ ഉള്ളത് വായിക്കാനായിട്ട്. നിങ്ങൾ ഉറപ്പായിട്ടും ഈ പുസ്തകങ്ങൾ വായിക്കാൻ ട്രൈ ചെയ്യുക. വേറൊരു റിവ്യൂ ആയിട്ട് വരാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.